ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു പാലക്ക് ദോശ കണ്ടാലോ? അപ്പോൾ ഞാൻ അതാ അരിയും ചെറുപയർ പറയില്ലേ, മൂങ് ദാൽ രണ്ടും കൂടി ഒന്നിച്ചിട്ട് കുതിരാട്ടിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, ജീരകം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒപ്പം തന്നെ നന്നായിട്ട് കഴുകിയ പാലക്ക് ചീര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പുളിപ്പിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് അരച്ചിട്ട് അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതാ ഞാൻ ഒരു സെറ്റ് അരയ്ക്കാൻ എടുക്കുന്നുണ്ട്. പാലക്ക് ചീര ഇട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ പച്ചമുളകും ഇഞ്ചിയും ക്ലീൻ ചെയ്ത് ഇഞ്ചിയും ഇടുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് അരച്ചിട്ട് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായിട്ട് സോഫ്റ്റായിട്ട് പെട്ടെന്ന് അറിയും കേട്ടോ. ഇത് പുളിപ്പിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇമീഡിയറ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അരച്ചിട്ട് ഫ്രിഡ്ജിൽ 2 ദിവസം വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ബാലൻസ് ഉള്ള ആ അരിയും കൂടി അരച്ചിട്ട് വരാം. ചീര ഇട്ട് അരയ്ക്കുകൊണ്ട് നന്നായിട്ട് ഗ്രീൻ കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് അരയ്ക്കുമ്പോൾ തന്നെ നല്ല മണം ഉണ്ടാവും. ജീരകം പിന്നെ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അരയ്ക്കുകൊണ്ട് നല്ല മണം ഉണ്ടാവും. അപ്പോൾ ഞാൻ സെക്കൻഡ് ട്രിപ്പിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ചീര ഓൾറെഡി നമ്മൾ ഇട്ട് അരച്ചുകൊണ്ട് ഇപ്പോൾ ഇതിൽ വെറും അരിയും ഉപ്പും മാത്രമാണ് ഇട്ട് അരയ്ക്കുന്നത് കേട്ടോ. ഇത് ഈസി ഡൈജഷനുമാണ്. അപ്പോൾ ഏത് ഏജ് ഉള്ളവരും ഇത് കഴിക്കാൻ പറ്റും. ബ്രസ്റ്റ് ഫീഡിങ് ഉള്ളവർക്ക് വളരെ നല്ലതാണ്. കുഞ്ഞിനും ഇത് വളരെ നല്ലതാണ്. ചെറിയ കുട്ടികൾക്ക് ടിഫിൻ ബോക്സ് ആയിട്ടും നമുക്ക് കൊടുത്തു വിടാൻ പറ്റും. നന്നായിട്ട് സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയ ടിഫിൻ ബോക്സ് കഴിക്കുമ്പോൾ തണുത്താലും നല്ല ടേസ്റ്റാണ്. ഇതിനിപ്പോൾ നമ്മൾ പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇട്ടുകൊണ്ട് ഡൈജഷൻ നല്ലതാണ്. പിന്നെ ഞാൻ ഇതിൽ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അരയ്ക്കുന്നില്ല, ജീരകം ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് ഇളക്കാണ്. പിന്നെ ഒപ്പം തന്നെ കായപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചേരുമ്പോൾ നല്ല ഡൈജഷനുമായിരിക്കും. നമുക്ക് ഇതിൻ്റെ ഒപ്പം വലിയ ചട്നി ഒന്നും ആവശ്യം ഉണ്ടാവില്ല. എരിവും ഉപ്പും എല്ലാം ഉള്ളതുകൊണ്ട് ഇത് അങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ്. ഉള്ളിച്ചമ്മന്തി ഉണ്ടെങ്കിൽ ദ ബെസ്റ്റ് എന്ന് പറയാം. പിക്കിളും കഴിക്കാം കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും മാങ്ങ അച്ചാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും വളരെ നന്നായിട്ടുണ്ടാവും. പിന്നെ വെളുത്തുള്ളി അച്ചാറൊക്കെ നന്നായിരിക്കും. ഇതിന് കൂടുതൽ എണ്ണ ആവശ്യം ഇല്ല. നമ്മൾ ജസ്റ്റ് കുറച്ച് എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് ചെയ്താലും വളരെ ടേസ്റ്റി ആയിരിക്കും. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ലൈക്കിങ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന ഓരോരോ ലൈക്കും നിങ്ങൾക്ക് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൊണ്ടുപോകാൻ യൂട്യൂബ് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഈസ് ഗീത സൈനിങ് ഓഫ്. നിങ്ങളുടെ സ്വന്തം മൂപ്പോൾ. ടേക്ക് കെയർ. ബൈ ബൈ. സീ യു.